പ്രണയത്തെക്കുറിച്ച് വിചിത്രമായ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രണയബന്ധം വളരെ വേഗത്തിൽ ലഭിച്ചാൽ നമ്മൾ ശാന്തരായിരിക്കും. എന്നാൽ പ്രണയം നിഷേധിക്കപ്പെടുമ്പോഴോ, രഹസ്യമായിരിക്കുമ്പോഴോ, അതല്ലെങ്കിൽ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും മറികടക്കേണ്ട പ്രണയമാകുമ്പോൾ അത് കൂടുതൽ തീവ്രവും വൈകാരികവും മറക്കാൻ അസാധ്യവുമാണെന്ന് തോന്നുന്നു. മനുഷ്യഹൃദയം അതിന് കഴിയാത്തത് എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഇന്ന് വിലപ്പെട്ട പ്രണയത്തിന് പിന്നിലെ മനഃശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. പുരാതന കഥകൾ പോലും ഈ ശക്തമായ വികാരത്തെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ് പ്രണയം. പക്ഷേ എല്ലാ പ്രണയവും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. ചില ബന്ധങ്ങൾ സാവധാനത്തിലും സമാധാനപരമായും വളരുന്നു. മറ്റുള്ളവ വൈകാരിക കൊടുങ്കാറ്റുകൾ പോലെയാണ് അനുഭവപ്പെടുന്നത്. രസകരമെന്ന് പറയട്ടെ, കുടുംബസമ്മർദ്ദം, സാമൂഹിക നിയമങ്ങൾ, അകലം അല്ലെങ്കിൽ രഹസ്യം മുതലായ തടസ്സങ്ങൾ പ്രണയത്തിന് നേരിടുമ്പോൾ പലപ്പോഴും വൈകാരിക തീവ്രത കുറയുന്നതിന് പകരം വർദ്ധിക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ വിലക്കപ്പെട്ട പ്രണയം ഇത്ര ശക്തമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും മനുഷ്യ മസ്തിഷ്കത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പുരാതന പുരാണകഥകൾ ഈ മനഃശാസ്ത്ര സത്യത്തെ എങ്ങനെ പ്രതിഫലിപ്പിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് 6 കാര്യങ്ങൾ പരിശോധിക്കാം. 1. ദി ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ്. മനുഷ്യ മനഃശാസ്ത്രത്തിന് ഒരു ലളിതമായ നിയമമുണ്ട്. എന്തെങ്കിലും നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് യാന്ത്രികമായി കൂടുതൽ ആകർഷകമാകും. ഇതിനെ ദി ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് അഥവാ വിലക്കപ്പെട്ട പഴത്തിൻ്റെ പ്രഭാവം എന്ന് വിളിക്കുന്നു. സമൂഹമോ കുടുംബമോ സാഹചര്യങ്ങളോ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ മനസ്സ് അതിനെ ഇത് വിലപ്പെട്ടതായിരിക്കാം എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത് ജിജ്ഞാസ, വൈകാരിക ശ്രദ്ധ, ആഗ്രഹം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ബന്ധം സാധാരണമാകുന്നത് നിർത്തുകയും വൈകാരികമായി ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു. 2. തടസ്സങ്ങൾ വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കുന്നു. പ്രണയം എളുപ്പമാകുമ്പോൾ അത് സുഖകരമായി തോന്നുന്നു. എന്നാൽ ദൂരം, രഹസ്യം, എതിർപ്പ് മുതലായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അതിൽ കൂടുതൽ വൈകാരിക ഊർജം നിക്ഷേപിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ശ്രമത്തിൻ്റെ ന്യായീകരണം അല്ലെങ്കിൽ എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിനായി കൂടുതൽ പോരാടും തോറും അത് നമുക്ക് കൂടുതൽ അർത്ഥവത്തായി തോന്നുന്നു. അതിനാൽ ബന്ധം മാറിയിട്ടില്ലെങ്കിലും ബന്ധം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. 3. തലച്ചോറിൻ്റെ റിവാർഡ് സിസ്റ്റം കൂടുതൽ ശക്തമാകുന്നു. എതിർപ്പുകൾ ഉള്ളതോ വിലക്കപ്പെട്ടതോ ആയ പ്രണയത്തിൽ പലപ്പോഴും അനിശ്ചിതത്വം ഉൾപ്പെടുന്നു. രഹസ്യ കൂടിക്കാഴ്ചകൾ, സന്ദേശങ്ങൾക്കായുള്ള കാത്തിരിപ്പ്, ഇനി കാണാനാകുമോ എന്ന ഭയം മുതലായവ. ഈ അനിശ്ചിതത്വം തലച്ചോറിൻ്റെ റിവാർഡ് സംവിധാനത്തെ സജീവമാക്കുന്നു. ആവേശത്തിനും ആകാംക്ഷയ്ക്കും കാരണമാകുന്ന ഡോപ്പമൈൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് ഫലങ്ങൾ പ്രവചനാതീതമാകുമ്പോൾ വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് വിലക്കപ്പെട്ട പ്രണയം സ്ഥിരതയുള്ള ബന്ധങ്ങളെക്കാൾ ആവേശകരമായി തോന്നുന്നത്. മസ്തിഷ്കം ബന്ധങ്ങളെ ഒരു അപകടകരമായ റിവാർഡായി കണക്കാക്കുന്നതിനാൽ വൈകാരിക ഉയർച്ചകൾ കൂടുതൽ ശക്തമാകുന്നു. 4. രഹസ്യം വൈകാരിക അടുപ്പം സൃഷ്ടിക്കുന്നു. 2 ആളുകൾ ഒരു രഹസ്യം പങ്കിടുമ്പോൾ അവർ പലപ്പോഴും കൂടുതൽ അടുപ്പം അനുഭവിക്കുന്നു. വിലക്കപ്പെട്ട പ്രണയത്തിൽ ബന്ധം 2 വ്യക്തികൾക്കിടയിൽ മാത്രം പങ്കിടുന്ന ഒരു സ്വകാര്യ വൈകാരിക ലോകമായി മാറുന്നു. ഇത് നമ്മൾ ലോകത്തിനെതിരെ, സദാചാരത്തിനെതിരെ എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കുന്നു.
ആ വൈകാരിക കുമിളയാണ് ആ ബന്ധത്തെ അതുല്യവും ശക്തവുമാക്കുന്നത്. അത് രഹസ്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണെങ്കിൽ പോലും. 5 പുരാണ കഥകൾ ഈ സത്യം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. രസകരമെന്ന് പറയട്ടെ, മനഃശാസ്ത്ര പഠനങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ പുരാതന കഥകൾ ഇതേ രീതി വിവരിച്ചിരുന്നു. പല പുരാണ പ്രണയകഥകളും അവിസ്മരണീയമായത് പ്രണയം എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് ശക്തമായ തടസ്സങ്ങളെ നേരിട്ടതുകൊണ്ടാണ്. പ്രണയത്തെ കൂടുതൽ അർത്ഥവത്തായതും നാടകീയവും അവിസ്മരണീയവുമാക്കുന്നത് തടസ്സങ്ങളാണെന്ന് ഈ കഥകൾ കാണിച്ചു തന്നു. പല സംസ്കാരങ്ങളിലും അത്തരം കഥകൾ വെറും പ്രണയകഥകൾ മാത്രമായിരുന്നില്ല, അവ മനുഷ്യൻ്റെ വൈകാരിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു. 6. തീവ്രത എല്ലായ്പ്പോഴും അനുയോജ്യമായതെന്ന് അർത്ഥമാക്കുന്നില്ല. പലരും മറക്കുന്ന ഒരു പ്രധാന സത്യം ഇതാ: പ്രണയം തീവ്രമായി തോന്നുന്നു എന്നതുകൊണ്ട് മാത്രം അത് സ്ഥിരതയുള്ളതോ ആരോഗ്യകരമോ ആണെന്ന് അർത്ഥമാക്കുന്നില്ല. ചിലപ്പോൾ വിലക്കപ്പെട്ട പ്രണയത്തിൻ്റെ ശക്തി സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്, യാഥാർത്ഥ്യത്തിൽ നിന്നോ ദീർഘകാല പൊരുത്തത്തിൽ നിന്നോ അല്ല വരുന്നത്. പ്രതിബന്ധങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ വൈകാരിക തീവ്രതയും മങ്ങിയേക്കാം. അതിനാൽ വികാരം യഥാർത്ഥമാണ്, പക്ഷേ അതിൻ്റെ ഉറവിടം പലപ്പോഴും മാനസികമാണ്, വിധിയല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിലക്കപ്പെട്ട പ്രണയം ശക്തമാകുന്നത് അത് മാന്ത്രികമായതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യ മനസ്സ് നിയന്ത്രണങ്ങൾ, പരിശ്രമം, രഹസ്യം, അനിശ്ചിതത്വം എന്നിവയോട് ശക്തമായി പ്രതികരിക്കുന്നതുകൊണ്ടാണ്. അപൂർവമോ അപകട സാധ്യതയുള്ളതോ വൈകാരികമായി നാടകീയമോ ആയ കാര്യങ്ങൾ പിന്തുടരാൻ നമ്മുടെ തലച്ചോറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആധുനിക മനഃശാസ്ത്രവും പുരാതന കഥകളും ഒരേ സത്യം പറയുന്നത്. ഒരു പ്രണയബന്ധം കൂടുതൽ ശക്തമല്ലെങ്കിൽ പോലും തടസ്സങ്ങൾ പ്രണയത്തെ കൂടുതൽ ശക്തമാക്കും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.